ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു എന്നുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്. കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്കിപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? തുടങ്ങുന്ന വർക്ക് സമയബന്ധിതമായി തീരുന്നില്ല. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും, LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 29,522 കിലോമീറ്ററാണ്. ഇതിൽ 50% റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുമെന്നാണ് 2021 പ്രകടന പത്രികയിലും LDF ചൂണ്ടിക്കാട്ടിയത്. 2016, 2021 റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത്. ഇപ്പോൾ 50% കടന്ന് 16,882 കിലോമീറ്റർ റോഡ് BMNBC ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക MLA മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല. ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ MLA-മാരുടെയും മണ്ഡലത്തിൽ ഇതിൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് വിഷയം, പുതിയ കാര്യമല്ല. നടുവൊടിക്കുന്ന റോഡ് എന്നതൊക്കെ ക്ലീഷേ പ്രയോഗമായി മാറിയിട്ട് കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. നജീബ് കാന്തപുരം ഇന്ന് നിയമസഭയിൽ പറഞ്ഞതുപോലെ കുഴിക്ക് പകരം ഇപ്പോൾ കുളമെണ്ണേണ്ട അവസ്ഥയിലാണ് പൊതുമരാമത്ത് മന്ത്രി. പാതാളക്കുഴി ഭയന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ റൂട്ട് മാറി. പക്ഷേ പാവം ജനം എന്തു ചെയ്യും? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. നമ്മളുടെ അതിഥികളിലേക്ക് പോകും. അതിഥികളായി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, പ്രോപ്പർ ചാനൽ പ്രതിനിധി ശ്രീ MK ഹരിദാസ്, ഒപ്പം തന്നെ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ന്യൂസ് ഈവനിംഗിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യം ചർച്ച തുടങ്ങുന്നത് ശ്രീ റെജി ലൂക്കോസിൽ നിന്നാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഒരു ചെറിയൊരു പരിച്ഛേദമാണ് നമ്മൾക്ക് തുടക്കത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്ത്, കാസർഗോഡ്, തൃശ്ശൂർ, അങ്ങനെ ചിലയിടങ്ങളിൽ മാത്രം. ഇത് നമ്മൾ ഏത് ജില്ലകളിലേക്ക് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നഗരത്തിൽ മാത്രമല്ല, ഗ്രാമത്തിലുമൊക്കെ ഈ തരത്തിലേക്കാണ്. ഒരു മഴ കൂടി കഴിഞ്ഞതോടെ പറയാൻ പറ്റില്ല, അത്തരത്തിലേക്കുള്ള ദുരിതമാണ്. അപ്പം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ റോഡ് ടാക്സ് ഒക്കെ അടയ്ക്കുന്നവരാണ് നമ്മൾ. എവിടെയാണ് നമ്മുടെ സുരക്ഷയുള്ളത്? നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഏതൊരു നാടിന്റെ വികസനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമായ നല്ല റോഡുകൾ, അത് മനുഷ്യാവകാശം, പൗരാവകാശമാണ് നല്ല റോഡുകൾ. നമ്മുടെ ഭരണഘടനയെ പോലും അത് വിഭാവനം ചെയ്യുന്നത്. അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ വസ്തുതകളിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാനിതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം സത്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ പല വാർത്തകളും പുറത്തു വിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാൻ ഈ അരുവിന് വഴിയുള്ള റോഡുകൾ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള റോഡാണ്. അത് സംസ്ഥാനത്തെ PWDക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഗവൺമെന്റ് 8ഓളം നോട്ടീസുകൾ കൊടുത്തു കഴിഞ്ഞു. അവര് ഈ ടോൾ പ്ലാസയിലൂടെ ടോളുകൾ പിരിക്കുന്നതല്ലാതെ കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള റോഡുകളുടെ മെയിൻ്റനൻസ് ഒന്നും അവർ ചെയ്യുന്നില്ല. അത് രാജ്യം മുഴുവൻ അങ്ങനെ തന്നെ അവരുടെ പരിപാടികൾ. അപ്പൊ അതിനകത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ ഈ 2016 മുമ്പുള്ള കേരളം എന്ന് പറഞ്ഞാൽ റോഡിന്റെ കാര്യത്തിൽ ഒരു ദുരന്ത ഭൂമിയായിരുന്നു. അതൊരു വസ്തുത. ഈ ഗവൺമെന്റ് അധികാരത്തിലിറങ്ങിയ ശേഷം കേരളത്തിലെ PWD റോഡിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 29,800 കോടി 800 കിലോമീറ്റർ ദൈർഘ്യമാണ്. അതിൽ 16,950 കിലോമീറ്റർ BMBC ആധുനിക ടാർഗറ്റിലൂടെ തന്നെ പൂർത്തീകരിച്ചു. അതായത് കാലാവധി കൂടുന്ന രീതിയിലുള്ള ഏറ്റവും 1 കിലോമീറ്റർ 50 ലക്ഷം രൂപ എക്സസ് കൊടുത്തിട്ടാണ് ഇതിന്റെ ഏതാണ്ട് 60% റോഡുകൾ കേരളത്തിൽ പൂർത്തീകരിച്ചത്. എന്നാൽ അതൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, PWDയെ സംബന്ധിച്ചോളം നമ്മൾ പറയുമ്പോൾ PWDയിലെ പല റോഡുകൾക്കും ഉണ്ടാകുന്ന മുൻകാലത്തിലുണ്ടായിരുന്ന ഒരു ശാപം എന്ന് പറയുന്നത്, നല്ല റോഡുകൾ വേണമെന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വാട്ടർ അതോറിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കുത്തിപ്പൊളിക്കുക. ഇപ്പൊ അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം നിങ്ങളുടെ റിപ്പോർട്ടർ കാണിച്ചത്, ഞാനതിനെ അടുത്ത ദിവസം യാത്ര ചെയ്തതാണ്, വസ്തുതയാണ്. അവിടെ 80ഓളം റോഡുകള്
സ്മാർട്ട് റോഡുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് പകുതിയിൽ കൂടുതൽ പൂർത്തീകരിച്ചു. പക്ഷെ മറ്റു പല ഇതും ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അതൊരു അടിയന്തര കാര്യങ്ങൾ നമ്മളതിനെ അങ്ങനെ ചെറുതായിട്ട് കാണണ്ട. അവർക്ക് അവിടെ പൈപ്പ് ഇടേണ്ട സാഹചര്യം വന്നു, വലിയ പൈപ്പുകൾ. വീണ്ടും ഇതിന്റെ പുനർനിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ആ ഡെഡ് ലൈൻ വിട്ട് മുമ്പോട്ട് പോയി. കാരണം എന്താ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാന കേരളം. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ, പല പ്രകൃതിപരമായിട്ടുള്ള പല നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉള്ള കേരളത്തിൽ ഇത്തരം റോഡുകളിൽ മഴ വന്നപ്പോൾ പണി മുടക്കി. വീണ്ടും ഗവൺമെന്റ് ഈ പറയുന്ന പണി അലംഭാവത്തിലുള്ള PWD കോൺട്രാക്ടർമാരെ മാറ്റി പുതിയ ആളുകൾക്ക് കൊടുത്തു. മഴ എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്, അത് ലോകത്തിൽ എവിടെയുള്ള സത്യതയാണ്. പക്ഷെ മഴയ്ക്കൊക്കെ മുൻപ് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് ഈ സ്മാർട്ട് റോഡ് ആക്കുന്ന പരിപാടി മാർച്ചിൽ പൂർത്തിയാകുമെന്നാണ് ആദ്യം പറഞ്ഞത് ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും ഞാൻ അത്തരം ചർച്ചയിൽ ഇരുന്നിട്ട് ആളാണ്. നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന വസ്തുതയാണ്. അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എവിടെയും സംഭവിക്കുന്ന പോലെ ഈ കോൺട്രാക്ടേഴ്സ് എ ക്ലാസ് കോൺട്രാക്ടറെ സെലക്റ്റീവായിട്ട് തന്നെ തെരഞ്ഞെടുത്താണ് ഏൽപ്പിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവം കൊണ്ട് പലയിടത്തും സംഭവിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഗവൺമെന്റ് വളരെ അലേർട്ടായിട്ട് അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ അതുകൊണ്ടും ജനങ്ങൾ തൃപ്തരാകുന്നില്ല. അവർ സഞ്ചരിക്കുന്ന റോഡുകളിൽ ചെറിയ കുഴി വന്നാൽ അവർ പ്രതികരിക്കും. ചെറിയ കുഴിയാണോ? താങ്കൾ ഇപ്പൊ ഈ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. നമ്മൾ 2-3 സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാണിക്കാനാണെങ്കിൽ അത് തീരില്ല, അതുപോലെയുണ്ട്. ചെറിയ കുഴികൾ വന്നാൽ പോലും എന്ന് താങ്കൾ പറഞ്ഞത് അതെങ്ങനെയാണ്? ഇപ്പോൾ തന്നെ കാസർഗോട്ടുള്ള ആ കുഴിയുടെ ആഴം എത്ര കണ്ടാൽ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും. ആ തരത്തിലേക്കാണ്. അതുപോലെ ഇപ്പോൾ കേച്ചേരി മുഖ്യമന്ത്രി റൂട്ട് മാറിപ്പോയ റോഡിന്റെ അവസ്ഥയൊക്കെ താങ്കൾ കണ്ടതാണല്ലോ. ഓരോ വണ്ടിയും ഗട്ടറിൽ ചാടാതെ ഇരിക്കാൻ വേണ്ടി വെട്ടിക്കുമ്പോഴാണ് ഇപ്പൊ അല്പസമയം മുമ്പ് കൂടി അവിടെ അപകടമുണ്ട്. ഇപ്പൊ ഈ അപകടം എന്നൊക്കെ പറയുന്ന അവിടത്തുകാർക്കൊരു വാർത്ത പോലും അല്ലാതാകുന്നു. കാരണം ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപകടം. ഞാന് ചെറിയ കുഴികൾ എന്ന് പറഞ്ഞ ആ അർത്ഥത്തില്ല. ചെറിയ കുഴികളാണെങ്കിൽ പോലും ജനം പ്രതികരിക്കും. അത് അവരുടെ അവകാശമാണ്. ചെറിയ കുഴികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഞാൻ അതിനെ പോസിറ്റീവ് ആംഗിളിലാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു കേച്ചേരി കുന്നംകുളം റോഡ്. ഞാൻ ആ റോഡിലെ ഇവിടെ എത്രയോ തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും യാത്ര ചെയ്യുന്നത് അത് തൃശ്ശൂർ കേച്ചേരി കുന്നംകുളം റോഡ്. ആ റോഡിൽ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേ 66 കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന് സ്ഥലം ഏറ്റെടുക്കുക അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേക്ക് ലെറ്റർ കൊടുത്ത് അവർ ഓഫീസ് പൊട്ടിപ്പോയതാ. പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിന് ശേഷം 25,000 കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനം അങ്ങനെ കൊടുത്തിട്ടില്ല. സാക്ഷാൽ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രി. ശ്രീ ഹരിദാസ്, ഇപ്പൊ ഈ പറയുന്ന അത്ഭുതം അത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണേണ്ടതല്ലേ? അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ തന്നെ 1ഉം 2ഉമായിട്ട് ഇപ്പോൾ 8 വർഷം തികച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അത്ഭുതം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന കുറെ കണക്കുകളുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ കണക്കും മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞ കണക്കും തമ്മിൽ അതൊരു മിറർ ഇമേജ് ആണ്. അത് പാർട്ടിയോടുള്ള കൂറ് നിലനിർത്തിക്കൊണ്ട് റെജി ലൂക്കോസ് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതൊരു യാഥാർത്ഥ്യമല്ല. നോക്കൂ അനൂജ, കേരളത്തിലെ 65% റോഡുകളും അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറയുമ്പോ അനൂജ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ നികുതിയാണ് വാങ്ങി വെക്കുന്നത്. വലിയ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷത്തെ നികുതി നമ്മളാകുന്ന ജനത്തിൽ നിന്നും നമ്മളാകുന്ന നികുതിദായകരിൽ നിന്നും വാങ്ങി വെച്ചുകൊണ്ടാണ് നമ്മളോട് ഈ പറയുന്നത്, നിങ്ങൾ ഈ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സഞ്ചരിക്കൂ എന്ന്. എന്തൊരു അപഖ്യാതി നിറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷത്തെ നികുതി വാങ്ങി വെച്ചിട്ടാണ് നമ്മളോട് ഈ തോന്നിവാസം കാണിക്കുന്നത്. 16 കിലോമീറ്റർ മുഖ്യമന്ത്രിയെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എത്താനുള്ള സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ കേരളത്തിലെ റോഡുകൾക്കുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭരണകർത്താക്കളോട് എന്ത് പറയാനാണ്? ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന അങ്ങ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പൊ ഈ തൃശ്ശൂർ ജില്ലയുടെ ഈ പരിതാപകരാവസ്ഥ കാണിച്ച അവിടുന്ന് 10 കിലോമീറ്ററാണ് എന്റെ വീട്ടിലേക്ക് ഉള്ളത്. ഇന്നലെ രാത്രി ഗതികേടിന് എനിക്ക് എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഈ റോട്ടിലൂടെയാണ് വന്നത്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ഭരണകാലത്ത് കേവലം 28 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു നികുതിദായകനായ എനിക്ക് 4.25 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു സുഹൃത്തെ. എന്ന് മാത്രവുമല്ല, എന്റെ കാറിന്റെ ഒരു കുഴിയിൽ വീണിട്ട് എന്റെ കാറിന്റെ ത്രോഷം ബാർ എന്ന് പറയുന്ന ഒരു സാധനം കേടുവന്നിരിക്കുകയാണ്. ഇപ്പൊ എന്റെ വർക്ക്ഷോപ്പിലാണ് എന്റെ കാറ്. അപ്പോ ഇല്ലാത്തതിനെ ഉള്ളതാക്കി ചിത്രീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സമ്പ്രദായം ഇതൊന്നും ഇല്ല. റോഡൊക്കെ സുരക്ഷിതത്വമാണ്, റോഡൊക്കെ നല്ലതാണ്. അങ്ങ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങ് പറഞ്ഞു മഴ. രണ്ടാമത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. സാറേ, ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലം ഈ കേരളത്തിലുള്ള സ്ഥലമല്ലേ?
ഞാനിപ്പോ സംസാരിക്കുന്ന എറണാകുളത്ത് ഇരുന്നുകൊണ്ടാണ്. കേവലം 14 കിലോമീറ്റർ പോയാൽ കിഴക്കമ്പലമായി. എനിക്ക് 2020 എന്ന് പറയുന്ന സംഘടനയോടും അതിന്റെ നേതാവിനോടും അതിന്റെ സാബു ജേക്കബിനോടുമുള്ള അങ്ങേയറ്റം വെറുപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അവിടെ ഈ BMNBC കരാറിൽ പണി ചെയ്ത് ഒരു റോട്ടിൽ ഒരു കുഴി അടച്ചിട്ട് 9 കൊല്ലമായി സാർ. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ഒരു ചെയിൻ അവിടെ ഇല്ല. അവിടെ 1 രൂപയ്ക്ക് 99 പൈസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നതുകൊണ്ടാണ് അവിടുത്തെ റോഡ് ഇന്നും കണ്ണാടി പോലെ കിടക്കുന്നത്. കിഴക്ക നികർത്തിയിട്ട പോലെയല്ലേ സാർ ഈ കിഴക്കമ്പലത്ത്? അങ്ങ് വരണം, ഞാനും അങ്ങയുടെ കൂടെ വരാം. കിഴക്കമ്പലത്ത് മഴയില്ല സാർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ 365 ദിവസവും മഴ പെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ റോഡ് പണി 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് റോഡ് പണിയുന്നത്. എന്റെ അവിടെയുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. സാർ, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സാർ, ഇതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ നാട്ടിലെ കൃത്യമായ സൂപ്പർവൈസേഷൻ നടക്കുന്നില്ല, ശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്നില്ല. എന്തിന് സാർ? ഈ കുഴി അടക്കൽ പോലും ശാസ്ത്രീയമല്ല സാർ. കുഴി അടയ്ക്കുമ്പോൾ പാലിക്കേണ്ട ശാസ്ത്രീയ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഞാൻ മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കാം. കുഴിയിൽ കുറെ കോറി ഡസ്റ്റ് കൊടുത്തിട്ടല്ല സാർ കുഴി അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുഴിയുടെ സർഫേസ് ശരിയാക്കണം, കുഴിയുടെ എഡ്ജ് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടെ കൃത്യമായിട്ട് ടാർ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ ബേബി മെറ്റലിന്റെ കോട്ടിംഗ് കൊടുത്തതിന് ശേഷമേ സാർ അവിടെ ടാറും മെറ്റലും കൂടിയിട്ടുള്ള അല്ല, ഇതൊന്നും അറിയാത്തവരല്ലല്ലോ നമ്മുടെ ഈ കരാറുകാരും അവര് ഇതിൽ ജോലിക്ക് വരുന്നവരൊന്നും ഇതൊന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ. ശ്രീ ഹരിത, ഉപേന്ദ്രനാരായണിലേക്ക് എത്താം. അതിനു മുൻപായി ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോ നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് നജീബ് കാന്തപുരം അദ്ദേഹം പറഞ്ഞ വളരെ ഗുരുതരമായൊരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഗർഭഛിദ്രം പോലും സംഭവിക്കുന്നത് തൻ്റെ മണ്ഡലത്തിലുണ്ടായൊരു സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അത് എത്രത്തോളം ഗൗരവതരമായൊരു വിഷയമാണ് ശ്രീ റെജി ലൂക്കോസ്. പക്ഷേ അതിനെ അതേ ഗൗരവത്തോടെ കണ്ടുകൊണ്ടായിരുന്നോ പൊതുമരാമത്ത് മന്ത്രിയുടെ മറുപടി? താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഇന്നിപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഈ നജീബ് എങ്ങനെയാണ് നാഗവല്ലിയായി മാറുന്നതെന്ന് പറയുന്നു, ഒപ്പം കൂടോത്രത്തെക്കുറിച്ച് പറയുന്നു, ഭൂരിഭാഗം റോഡുകളും യാത്രായോഗ്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് ലാഘവത്തോടെ പറഞ്ഞു വയ്ക്കുകയാണ്. തുടക്കത്തിൽ കുഴി എണ്ണുന്നതിനെക്കുറിച്ച് പറഞ്ഞ മന്ത്രിക്ക് ഇപ്പോൾ കുളം എണ്ണേണ്ടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നു. കൂടാതെ ഈ കണക്കുകൾ ഇന്നിപ്പോൾ പ്രതിപക്ഷം പറയുന്നുണ്ട്. അതായത് 3 വർഷത്തിനിടെ 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചത്, 1 ലക്ഷം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ ആധികാരികമായ കണക്ക് പ്രതിപക്ഷം നിയമസഭയിലാണ് പറയുന്നത്, ഒരിടത്തുമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അതേ ഗൗരവത്തോടെ ഇന്ന് മന്ത്രി കണ്ടോ? മറുപടി എങ്ങനെയായിരുന്നു? അല്ല, അതൊരു നല്ല ചോദ്യമാണ്. മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യത്തിന്. അതായത് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഉന്നയിച്ചത് ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോകും. അതിന് സരസമായ രീതിയിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ CH മുഹമ്മദ് കോയ, അതുപോലെ ജോസഫ് ചാഴികാടൻ എന്ന് പറഞ്ഞ പോലെയുള്ള നിയമസഭാ സാമാജികർ കേരളത്തിലെ നിയമസഭയിൽ എത്രയോ സരസമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബുക്സ് ആയിട്ട് ഇപ്പൊ വായിക്കാൻ കിട്ടും. അദ്ദേഹം വളരെ സരസമായിട്ട് മറുപടി, കൃത്യമായ മറുപടി കൊടുത്തു. നജീബ് കാന്തപുരം MLA എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അതായത് വടി കൊടുത്ത് അടി വാങ്ങുമായത്. ഈ നജീബ് കാന്തപുരൊക്കെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനം നടന്ന ഒരു 10 നിയോജകമണ്ഡലം എടുത്താൽ പെരിന്തൽമണ്ണയാണ്. നമ്മൾ തന്നെ അതിനെ പോയി അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് വ്യക്തമാണ്. ഒരിക്കലും നടക്കുകയില്ലെന്ന് അറിയുന്ന, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ കഴിഞ്ഞ സർക്കാർ, ഈ UDF സർക്കാർ ഇട്ടേച്ചു പോയ റോഡുകളൊക്കെ ഇന്ന് ഈ ഗവൺമെന്റ് പുനരുദ്ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡിലൂടെ യാത്ര ചെയ്യും, പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റോഡിൽ യാത്ര ചെയ്തു, പെരിന്തൽമണ്ണ പട്ടാമ്പി തൃശ്ശൂർ കുന്നംകുളം റോഡിൽ കൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ട് ഞങ്ങളൊക്കെ അതിലെ യാത്ര ചെയ്യുന്ന. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, തെറ്റുകളുണ്ട്. PWD സംബന്ധിച്ചോടെ എന്നും പ്രശ്നങ്ങളാണ്. കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥ ഏതാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ 15 ദിവസത്തിനുള്ളിൽ 10 പുതിയ പാലങ്ങൾ ഇടിഞ്ഞു വീണു, തകർന്നു വീണു. എവിടെയാ? ബീഹാറിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന അയോധ്യയിൽ 14.5 കിലോമീറ്റർ റോഡ് പണിത് ഒറ്റ ആദ്യത്തെ മഴയത്ത് തകർന്ന് തരിപ്പണായി. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ 12 കിലോമീറ്റർ. ഡൽഹിയിൽ ഒറ്റ മഴയത്ത് ഡൽഹി ഒരു കായലായിട്ട് മാറി, ദയനീയമായിട്ട് വാഹനങ്ങൾ ഓടി നടക്കുക. അതിലൊക്കെ ദുർഘടമായ സ്ഥലമായ കേരളത്തിൽ ഇത്രയ്ക്ക് മനോഹരമായ റോഡ് നിർമ്മിച്ചിട്ടും പൂർത്തീകരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഞാൻ അനുജയുടെ ഒറ്റ ഉദാഹരണം പറയാം, ഈ നിരുത്തരവാദത്തിന്റെ ഒരു കഥ പറയാം. അതായത് അനുജയുടെ നാട് കോട്ടയത്താണ്, നമ്മൾ രണ്ടുപേരും കോട്ടയക്കാരാണ്. മൂവാറ്റുപുഴ പൊൻകുന്നം പുനലൂർ എന്ന് പറഞ്ഞൊരു ഹൈവേ, സംസ്ഥാന ഹൈവേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്ഥലത്ത് പണി തുടങ്ങി. മൂവാറ്റുപുഴ പൊൻകുന്നത്ത് വന്നപ്പോൾ അത് പണമില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. പൊൻകുന്നം മുതൽ പുനലൂർ വഴിയുള്ള 3-2 ഭാഗം ദുർഘടമായ പാത, പത്തനാപുരം പത്തനംതിട്ട കോന്നി വഴിയുള്ള റോഡ്
അത് ആരാ പണിത്? ഇത്ര ശരി, ഇപ്പൊ നമ്മൾ മനോഹരമായിട്ട് ഈ റോഡ് മുൻ പണിത് സർക്കാരുകളുടെ കാര്യമൊന്നും ഇനി പറയുന്നതിൽ അർത്ഥമില്ല ശ്രീ റെജി ലൂക്കോസ്. കാരണം ഇതിപ്പോ 2016 മുതൽ ഇവിടെ ഭരണത്തിലിരിക്കുന്നത് ആരാണ്? നമ്മൾ ഓരോ മഴക്കാലത്തും കാണുന്ന കാഴ്ച ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. ഒരു മാറ്റവുമില്ല. അത് നഗരത്തിലാകട്ടെ ഗ്രാമത്തിലാകട്ടെ ഭേദമന്യേ നമ്മൾ കാണുന്ന കാഴ്ച കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ ടെലിഫോണിലാണ്. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഓരോ മഴക്കാലത്തും ഒരേ കാഴ്ച, സമാന കാഴ്ച നമുക്ക് ഇങ്ങനെ കാണേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഇതിനൊരു പരിഹാരമില്ല എന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? പരിഹാരം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടില് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യമാണ് ലോകത്ത് വേൾഡ് റെക്കോർഡ്സ് മേടിച്ചത്. അതായത് 100 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അതേ എഞ്ചിനീയേഴ്സ് തന്നെയാണ് കേരളത്തിലെ PWD എഞ്ചിനീയേഴ്സും. അതേ നിർമ്മാണ വസ്തുക്കൾ തന്നെയാണ് കേരളത്തിൽ ലഭ്യമാവുന്നതും. അതേ മാനദണ്ഡങ്ങൾ, ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പൊളിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം, ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്നതിൽ മന്ത്രിക്ക് വരുന്ന പിഴവ്, ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് 65% വരുന്ന കാൽനടക്കാരും ബൈക്ക് യാത്രക്കാരും സാധാരണക്കാരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവരും ദുരിതത്തിൽപ്പെടുന്നത്. പൊതുവെ നമ്മുടെ കേരളം അപകടങ്ങളുടെ എന്താ പറയുക, ഏറ്റവും ഭയാനകമായ റോഡ് അപകടങ്ങളുടെ നാടാണ് കേരളം. അതിന്റെ കൂടെ ഈ കുണ്ടും കുഴിയും കൂടെ ഉള്ള റോഡിൽ ഇന്നിപ്പോ കണ്ടില്ലേ, നിങ്ങളുടെ വിഷ്വൽസിൽ തന്നെ ഞാൻ കണ്ടു, അപകടങ്ങൾ പതിയിരിക്കുന്നത് കൂടാതെ ഈ കുഴികളിലെ അപകടങ്ങൾ, എസ്പെഷ്യലി ഇപ്പോ പലരും BM&AC റോഡിനെ പറ്റി പറഞ്ഞു. BM&AC റോഡും BM&MC റോഡും 15 കൊല്ലത്തേക്ക് ഒരു കല്ല് പോലും ഇളകാത്ത രീതിയിലുള്ള ടെക്നോളജി നമ്മുടെ രാജ്യത്തുണ്ട്. അതിനാണ് മൈക്രോ സർഫസിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യാനുള്ള ഫണ്ട് കേരളത്തിനുണ്ട്. കാര്യം ഒരു വാഹനത്തിൽ നിന്ന്, പ്രീമിയം വാഹനത്തിൽ നിന്ന് 22% ടാക്സ് അഡ്വാൻസ് ആയിട്ട് മേടിക്കുകയാണ്. അത് 4800 കോടി രൂപയോളം വരുന്നുണ്ട്. അപ്പൊ 4800 കോടി രൂപ ടാക്സ് ആയിട്ട് കാറുകാരിൽ നിന്ന് മാത്രം മേടിക്കുമ്പോൾ അതിന്റെ അർത്ഥം 450 കിലോമീറ്റർ റോഡെങ്കിലും ആഗോള നിലവാരത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എന്തുകൊണ്ട് എഞ്ചിനീയർമാർക്ക്, കോൺട്രാക്ടർമാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇപ്പൊ നമ്മുടെ വിഷ്വൽസിൽ കാണുന്ന കുഴി എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ അവസ്ഥയാണത്. 10-ാം തീയതി ആകുമ്പോഴേക്കും ആ കുഴി ഗർത്തമാവും. പലരും ആ കുഴിയിൽ രാത്രിയിൽ വീണ് മരിച്ചിരിക്കും. പിന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ, ഫിനാൻഷ്യൽ ടെക്നിക്കൽ സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ ഒക്കെ മേടിച്ചു വരുമ്പോഴേക്കും ഇതൊരു കുളമായിട്ട് മാറും. അപ്പൊ ഒന്നാമത് PWDയുടെ കോഡ് ഓഫ് പ്രാക്ടീസസ് ഒക്കെ വേൾഡ് ബാങ്കുകാർ വന്ന് വിപുലീകരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവർ 120 കോടി രൂപ അന്ന് മേടിച്ചിട്ടാണ് PWDയുടെ വർക്ക് മാനുവൽ, എല്ലാ മാനുവൽസും അപ്ഗ്രേഡ് ചെയ്തു. അതായത് 2010 തൊട്ട് 30 ഒരു കാലഘട്ടത്തേക്കുള്ള അപ്ഗ്രേഡ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്. ഈ PWD റോഡ് എഞ്ചിനീയേഴ്സ് ഈ മാനുവൽസ് വല്ലതും വായിച്ചിട്ടുണ്ടോ? അവരെ വായിപ്പിക്കാൻ PWD മന്ത്രി ശ്രമിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട PWD മന്ത്രി ചെയ്യേണ്ടത് ചീഫ് എഞ്ചിനീയറെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കൂട്ടി ഇത്തരം റോഡിലൂടെ ഒരു യാത്ര ചെയ്തിട്ട് എന്തൊക്കെയാണ് റോഡിന്റെ പ്രശ്നങ്ങൾ എന്നൊരു കേസ് സ്റ്റഡി അദ്ദേഹം നടത്തണം. അദ്ദേഹം നമ്മുടെ TV വന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ടായില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് റോഡ് നന്നായാൽ മാത്രമേ ടൂറിസം നന്നാവുള്ളൂ, ജനങ്ങളുടെ യാത്രാസുഖം പെരുകുകയുള്ളൂ. ഇതിപ്പോ ഇന്ധനക്ഷമത കിട്ടത്തില്ല, വാഹനങ്ങളുടെ കേടുപാട്, ശ്രീ ഹരിദാസ് പറഞ്ഞ മാതിരി ഈ സസ്പെൻഷന്റെ കേടുപാടുകള്, എഞ്ചിൻ സമ്പ് ഇടിച്ചുള്ള കേടുപാടുകള്, അബദ്ധത്തിൽ ഏതെങ്കിലും ലോറിക്ക് ബ്രേക്ക് ലൈറ്റ് ഇല്ല എങ്കിൽ അവൻ രാത്രി ഓടിച്ചു പോകുമ്പോ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടും, പിന്നിന്ന് വരുന്ന കാർ അവന്റെ മൂട്ടി പോയി ഇടിച്ച് കാറിലുള്ള മുഴുവൻ ആൾക്കാരും മരിക്കും. ആരും കാണുന്നില്ല ഇത് കണ്ണു തുറന്ന് കാണണം. ബഹുമാനപ്പെട്ട PWD മന്ത്രി, അങ്ങനെയുള്ള അപേക്ഷയാണ്. താങ്കൾ ഇത് വിട്ടുകൂടാ. ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തെ. ഇതിപ്പോ നമ്മൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഓരോ മഴ പെയ്യുമ്പോഴും ഇതിങ്ങനെ എന്തുകൊണ്ട് പൊളിയുന്നു, അല്ലെങ്കിൽ ടാർ പൊളിയാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ, എനിക്ക് തോന്നുന്നു, മൈക്രോ സർഫസിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നില്ല? അത് എഞ്ചിനീയർമാരാണ് ചെയ്യേണ്ടത്. ഇപ്പൊ വെറ്റ് മിക്സർ ഉണ്ട്. വെറ്റ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വിഷ്വൽസിൽ കാണുന്ന ആ കുഴി വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാന്ന് വെച്ചാൽ നനഞ്ഞ തുണി കൊണ്ടോ ചാക്കുകൊണ്ടോ ഒപ്പിയെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് ഡ്രൈ ചെയ്തിട്ട്
വെറ്റ് മിക്സ് കോമ്പൗണ്ട് ഉണ്ട്. അത് ഒരു 4 ചാക്ക് അതിനകത്തേക്ക് ഇടുമ്പോഴേക്കും അതിന്റെ ഒരു ചാക്കിന്റെ വില 850 രൂപയാണ്. അപ്പൊ 4 ചാക്കും ലേബർ ചാർജും എല്ലാം കൂടി വരുമ്പോൾ 5000 രൂപ കൊണ്ട് ഒരു കുഴി അടഞ്ഞു കിട്ടും. അത് പിന്നെ രണ്ടാമത് നമ്മൾ എന്ന് റീടാർ ചെയ്യുന്നു അന്ന് വരെ ഇത് നിൽക്കും. മണ്ണിട്ട് കാശ് കളയുന്ന പോലെ അല്ല. നമുക്ക് വെറ്റ് ടാറിങ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ടാർ ചെയ്യേണ്ട, പോട്ടോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് വെറ്റ് മിക്സ് കോമ്പൗണ്ട് കിട്ടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചാക്കിനകത്ത് 50 കിലോ വരുന്ന ചാക്കുണ്ട്. അത് 4 എണ്ണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ റോളർ ഒന്നും വേണ്ട. പിന്നെ റോളർ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലാതെ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല ശ്രീ ഉപേന്ദ്രനാരായൺ? ഇതേക്കുറിച്ച് അറിയാത്ത കുഴപ്പമുണ്ടോ? ഇല്ലില്ല, ഇത് IRC ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ എഞ്ചിനീയർമാരെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഞാനും ഒരു സമയത്ത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു. അതിൽ നിന്ന് എനിക്കറിയാം ഇതൊക്കെ കാലാകാലങ്ങളിൽ, അതായത് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല? ഇതൊരു അത് ചെയ്യാത്തത് അതിന്റെ ഞാൻ എന്താ പറയാ, PWD ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ റോഡ് ഇപ്പൊ നമ്മളിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറിപ്പോയ റോഡ്, അത് തൃശ്ശൂർ തൊട്ട് കുറ്റിപ്പുറം വരെയുള്ള റോഡ് 98 എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. സെൻട്രൽ റോഡ് ഫണ്ട് CRF ഉപയോഗിച്ചിട്ട് പുത്തൻ റോഡാക്കി കൊടുത്തതാണ്. അന്ന് വാജ്പേയി സർക്കാരായിരുന്നു. അതിനുശേഷം ഒരു 10 കൊല്ലക്കാലം ആ റോഡിന് ഒരു കേടുപാടും വന്നില്ല. പിന്നെ അത് റീസർഫസിങ് ചെയ്തില്ല. അത് സ്റ്റേറ്റിന്റെ ജോലിയാണ്. അതിന്റെ പുറത്ത് റീസർഫസ് റീടാറിങ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് മൂലമാണ് ഈ ദുർഘടനയിലേക്ക് റോഡ് മാറിയത്. അപ്പൊ ഓരോ റോഡിന്റെയും ആയുസ്, ഒന്നാമത് ഈ എഞ്ചിനീയേഴ്സ് ഒക്കെ പലപ്പോഴും ട്രാൻസ്ഫർ ആയി പോകും, പ്രൊമോട്ടഡ് ആയി പോകുമ്പോഴും ഈ സ്ഥിരമായിട്ടൊരു സംവിധാനം നമ്മുടെ PWDക്ക് വേണം എന്നുള്ളതാണ് KSTP സാഹിബന്മാര് ഇവർക്ക് ഈ കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ടാക്കി PWD മാനുവൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തത്. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണ്ടേ ചുമ്മാ ഇരിക്കുമ്പോ? ശരി, അതാണ്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷം തന്നെ, അത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കരാറുകാരുടെ അവസ്ഥ. കുടിശ്ശിക, കോടിക്കണക്കിന് രൂപ കുടിശ്ശിക നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും കരാറുകാരെ കിട്ടാനില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നതാണെങ്കിൽ MLA-മാർക്ക് കരാറുകാരെ നിർബന്ധിക്കേണ്ട അവസ്ഥയുണ്ട്. അവരുടെ കയ്യിൽ പൈസയില്ല, സർക്കാരിനാകട്ടെ ഫണ്ടുമില്ല. ഇനി ഇതിൽ പണം തട്ടുന്ന മറ്റൊരു കൂട്ടം വേറെ. ഇത് നന്നാകുമോ? ഒരിക്കലും ഇത് നന്നാവാനൊന്നും പോകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി ഈ കാര്യത്തിൽ ഒരു പരിധി വരണ്ടെങ്കിലും 9 കൊല്ലം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോരായ്മ കൊണ്ടാണ് ഇപ്പോഴത്തെ റോഡ് ഇങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു പ്രതിനിധി വന്ന സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് ശരിയാവുക? ഇത് ഇപ്പോഴത്തെ കഴിഞ്ഞ 9 വർഷമായിട്ട് പണിതിട്ടുള്ള റോഡുകളുടെ ദുരവസ്ഥയെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് മുൻ സർക്കാരിന്റെ കാലത്തുള്ള റോഡ് പണിയുടെ അപാകത മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നതിൽ ഇതിന്റെ അപച്യുതി. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ട്. കോർഡിനേഷൻ വേണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഇവിടുത്തെ ആർക്കൊക്കെ റോഡ് വെട്ടിപ്പൊളിക്കണമെങ്കിൽ അത് ഒരു പ്രാവശ്യമേ വെട്ടിപ്പൊളിക്കാവൂ എന്നുള്ളൊരു ഉത്തരവ്. അതും ഇന്ന് പ്രതിപക്ഷം പറഞ്ഞു. നമ്മൾ എപ്പോഴും കാണുന്നതാണ്. KSEB, BSNL, അതുപോലെ വാട്ടർ അതോറിറ്റി കുഴിയോട് കുഴിയാണ്. പിന്നെ ഇത് ആരടയ്ക്കുമെന്നുള്ളത്, ഇത് പൊതുമരാമത്ത് വകുപ്പ് ഒരിടത്ത് ഒരു കൂട്ടർ കുഴി തോണ്ടുന്നു, മറ്റിടത്ത് അടയ്ക്കുന്നു. ഇത് മറ്റൊരു പ്രക്രിയയായിട്ട് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി മനുഷ്യന്റെ ജീവിതമാണ് ദുസ്സഹമാക്കുന്നത് എന്നുള്ളതാണ്. റെജി ലൂക്കോസ്, ഇപ്പൊ നമ്മൾ ഇത് നന്നാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിൽ G. സുധാകരനെ പോലെയുള്ള മന്ത്രി എത്രത്തോളം എഫിഷ്യൻ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതാണ്. ശാസിക്കേണ്ടവരെ ശാസിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു പാരമ്പര്യം കൂടി ഉള്ളതാണ് ഈ സർക്കാരിന്. അപ്പോൾ ഇത് ഈ തരത്തിലേക്ക് പോയാൽ മതി എന്നാണോ? താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴെങ്കിലും താങ്കൾക്ക് അതിൽ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും റോഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ്. യാതൊരു തർക്കമില്ല. റോഡ് എന്തുകൊണ്ടാണ് ഈ റോഡുകളൊക്കെ ഇതുപോലെ ഡാമേജ് ആയെന്നുള്ളത് പറയുമ്പോൾ തന്നെ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാവാതെ ഞങ്ങളുടെ വാക്ക് ഞാനൊന്നും പറഞ്ഞു വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഇട്ടേച്ചു പോയ വികസനത്തിന്റെ പൂർത്തീകരണം ഈ സംസ്ഥാന സർക്കാർ സാധിച്ചെന്ന് പറയുന്നത്. നേരത്തെ ഉപേന്ദ്രൻ സാറ് പറഞ്ഞു 4700 കിലോമീറ്റർ വർക്ക് നടത്താറുണ്ട്. 8 വർഷം കൊണ്ട് ഈ സംസ്ഥാനം 16,800 കിലോമീറ്ററാണ് BMC പദ്ധതിയിലൂടെ ആധുനിക ടെക്നോളജിയിലൂടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതൊന്നും കാണാതെ കണ്ട് മിടുക്കനായ ഒരു പൊതുമരാമത്ത് മന്ത്രിയെ മറ്റെല്ലാ ഘടകങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രമെങ്കിലും ചർച്ച ഇവരൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ഇനിയിപ്പോ അതിന് പ്രത്യേകിച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല. അത് ക്യാമറ കണ്ണുകളിലൂടെയൊക്കെ നിരന്തരം ഇതൊന്നും ആവശ്യമില്ല. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും, സാധാരണക്കാർ മാത്രമല്ല മുഖ്യമന്ത്രിയെ പോലെ ഉന്നതനായ നേതാവിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം എന്ത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾക്ക്
അങ്ങനെയൊന്നും ഒറ്റ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ്, കാര്യക്ഷമതയോടെയുള്ള പ്രവർത്തനം. അത് ആരുടെ ഭാഗത്ത് പിഴവ്, എവിടെയാണ് പിഴവ്, നിർമ്മാണത്തിൽ പിഴവാണെങ്കിൽ അത് അങ്ങനെ, അതല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, അതിലൊരു തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഈ ചർച്ചയോട് അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ഉപേന്ദ്രൻ നാരായൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിച്ചു.